The next question number 19. Given below are two statements. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളും GOC2-ൽ നിന്നാണ്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നിന്നാണ്. The conversion proceeds well in less polar medium in the first case. ശരിയാണോ? ക്ലോറോബ്യൂട്ടൈനിനെ ബ്യൂട്ടൈൻ 1-ol ആക്കി മാറ്റുന്നു. കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നത് ദിസ് ഇസ് SN2 മെക്കാനിസം. അതുകൊണ്ട് തന്നെ ലെസ് പോളാറായ മീഡിയത്തിലാണ് ഇത് നടക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു തർക്കവും ഇല്ല. ശരിയാണോ? വളരെ ശരിയാണ്. കാരണം ഈ കാണിച്ചിരിക്കുന്ന കാർബണിലേക്ക് അതൊരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആയി മാറും. ആ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ അത് വളരെ ശരിയാണ്. SN2 മെക്കാനിസമാണ്. കാരണം കാർബോകേറ്റൺ ഫോം ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ കാർബോകേറ്റൺ റീഅറേഞ്ച്മെന്റ് നടന്ന് നമുക്ക് ബ്യൂട്ടൈൻ 2-ol ആണ് കിട്ടേണ്ടിയിരുന്നത്. അതല്ല, ദിസ് ഇസ് SN2 മെക്കാനിസം. അത് നടക്കുന്ന ലെസ് പോളാർ മീഡിയത്തിലാണ്. നോ ഇഷ്യൂസ്, ആസ് യൂഷ്വൽ അത് നടക്കും. ദ കൺവേർഷൻ പ്രൊസീഡ്സ് വെൽ ഇൻ ദ പോളാർ മീഡിയം. പക്ഷെ രണ്ടാമത്തെ കൺവേർഷൻ അതും SN2 മെക്കാനിസം തന്നെയാണ്. കാരണം കാർബോകേറ്റൺ ഫോമേഷൻ നടന്നിട്ടില്ല. കാർബോകേറ്റൺ ഫോമേഷൻ നടന്നിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാ കിട്ടേണ്ടിയിരുന്നത്. പ്രൈമറി കാർബണിലേക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെ? R3N എന്ന് പറയുന്ന ടേഴ്സറി അമീൻ ഗ്രൂപ്പ് പ്രൈമറി കാർബണിലേക്ക് തന്നെയാണ് അറ്റാച്ച് ചെയ്തത്. ദിസ് ഇസ് ആൾസോ SN2. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു സോൾട്ട് അല്ലേ? അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ലോൺ പെയറിന് വന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ കാർബണിന് മുകളിലെ പോസിറ്റീവ് ചാർജ് വളരെ കൂടുതലായിരിക്കണ്ടേ? നോർമലി ഈ ബോണ്ട് ആക്ച്വലി കാർബൺ ക്ലോറിൻ ബോണ്ട് പോളാർ ആണ്. ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബോണ്ട് പോളാർ ആണ്. പക്ഷെ ആ പൊളാരിറ്റിയേക്കാൾ കൂടുതൽ പൊളാരിറ്റി ക്രിയേറ്റഡ് ആയാൽ മാത്രമേ അവിടെ അറ്റാക്ക് നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ കൂടുതൽ പൊളാരിറ്റി ക്രിയേറ്റഡ് ആകണമെങ്കിൽ വി നീഡ് എ പോളാർ സോൾവെന്റ്. ഒരു പോളാർ സോൾവെന്റ് നമുക്ക് ആവശ്യമുണ്ട്. റെഡി ആണല്ലോ? അപ്പൊ അത് വളരെ ശരിയാണ്. ഇതും ശരിയാണ്. റെഡി? സോ മക്കളെ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 and statement 2 both are true.